ഹലോ, ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാന്താരി തൈകളും അത് മാറ്റി നട്ടതും ഒക്കെ നമുക്കൊന്ന് കാണാം, പരിചയപ്പെടാം കേട്ടോ. ഇത് ഗ്രേപ്സ് ഇനത്തിൽ പെട്ടിട്ടുള്ള ഒരു കാന്താരിയാണ്. ഇത്ര ചെറുതിലേ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നന്നായിട്ട് ഉരുണ്ട് ഉണ്ടാവും കേട്ടോ കാന്താരി. വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ടാഗ് ചെയ്ത് റിലേറ്റീവ് വീഡിയോസിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ നോക്കൊണ്ടു. പക്ഷെ ഇതിപ്പോഴൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊക്കെ ഞാൻ വിത്തിനെടുത്ത് വെച്ചിട്ട് കുറച്ച് വിത്ത് പാകിയിട്ട് തൈയൊക്കെ മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തൈ ഇതിൽ വെറുതെ ഇങ്ങനെ പാകി നോക്കിയപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് മുള പൊട്ടിയിട്ടുണ്ട്, കറ്റാർവാഴ. അപ്പോൾ അതൊന്നും പറയാതെ വേണം ഇളക്കിയിട്ട് നമുക്ക് ഒരു ഗ്രോ ബാഗിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനൊരു വൈകുന്നേര സമയത്താണ് വെക്കുന്നത്. നന്നായിട്ട് നനച്ച് മണ്ണൊക്കെ ഇളക്കിയിട്ടാണിത് എടുത്തിട്ടുണ്ടായിരുന്നത്. വെക്കുന്നതിൽ തന്നെ വളമൊക്കെ ഇട്ട് ആദ്യമേ മിക്സ് ചെയ്തിട്ടുള്ള ഇതായിട്ട് ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിൽ കണ്ടോ എന്തിൻ്റെ ഒരു പ്രാണിയുടെ മുട്ടൊക്കെ ഉണ്ട്, 2 ലീഫും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ. 1-2 ആഴ്ചയുടെ അകത്ത് അത് പൂവുണ്ടാവും ചെയ്യും കേട്ടോ. നല്ല മഴക്കാറുണ്ട്, പക്ഷെ മഴ പെയ്തില്ല. ഇന്നലത്തെ വീഡിയോ ആണിത്. ഇന്നലെ വൈകുന്നേരമാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 4 മാസം പഴക്കമുള്ള ഇതേ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ എല്ലാം വിത്തുകളൊക്കെ എടുത്തു, പക്ഷേ പൂവുണ്ടാവും, കൊഴിഞ്ഞു പോകും. ഇത് കഴിഞ്ഞു, ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ട് ഇതിൽ ഞാൻ ഇപ്പോൾ ഗ്രോ ബാഗും നശിച്ചു തുടങ്ങി. അപ്പോൾ ഇതിലൊക്കെ ഞാൻ അങ്ങനെ നശിച്ചു പോകുന്ന ഗ്രോ ബാഗിൽ ഞാൻ കട്ടിങ്സൊക്കെ നമുക്ക് ചെടിയുടെ കിട്ടില്ല, അതൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കാറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും ഈ ഒരു ഇത് ചെറുത് മുതലേ ഈ മുട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് നമുക്ക് പൂവൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ബ്രൈഡൽ ബൊക്കേൻ്റെ ആർച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്